ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ നമ്മുടെ പുതിയ എക്സ്യൂട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എക്സ്യൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിൽ നമുക്ക് എക്സ്യൂട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളൊരു ട്രിക്കും കൂടെ നമ്മളിതിൽ പറയാം. ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു രീതിയിലൂടെ ഒന്ന് പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം അവിടെ എക്സ്യൂട്ട് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്യൂട്ട് ഗൈസ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ബേസിക് ഫോം ഇതാണ്. ഈ ബേസിക് ഫോം തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഒരു ഹെൽമെറ്റും കൈ പിടിച്ച്, ഹെൽമെറ്റും മറ്റേ ഹെഡ് ഗിയറും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് സ്പെക്ടാക്കുലർ അറൈവൽ ചിറകൊക്കെ വെച്ച് ഇറങ്ങുന്ന പരിപാടിയാണ് ഇത്. സ്പെക്ടാക്കുലർ അറൈവൽ അത്യാവശ്യം നൈസാണ് ഗൈസ്. അഡ്വാൻസ് ഫോമിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ചിറക് ആക്ച്വലി വരുന്നത്. ചിറക് നമുക്ക് വേണ്ട ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അൺലോക്ക് ആവും അഡ്വാൻസ് ഫോം ആകുമ്പോഴത്തേക്കും. ചിറകിൽ അത് കേപ്പ് മാത്രം വെച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. കൊള്ളാം. അല്ലെങ്കിൽ നമുക്ക് ചിറക് വെക്കാം. ചിറകും വാലും ഗൈസ്, കൊള്ളാം. അതിന് വിക്ടറി ബ്രോഡ്കാസ്റ്റ് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല ഗൈസ്. ഇത് നമ്മുടെ മറ്റേ ഫാറോയിൽ വരുന്നതാണ്. ഫാറോ അത്യാവശ്യം നല്ല എക്സ്യൂട്ടാണ്. എക്സ്യൂട്ടുകളിൽ ബെസ്റ്റ് എക്സ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെയും ഈ ഒരു വിക്ടറി ബ്രോഡ്കാസ്റ്റ് ഒരു സുഖമില്ല ഇതുപോലെ. പക്ഷെ മറ്റ് എക്സ്യൂട്ടുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം നൈസാണ്. അതേസമയം ഈ ഫാറോയുടെ എക്സ്യൂട്ട് നോക്കുമ്പോൾ കണ്ടോ, ഒരു സുഖമില്ല സത്യം പറഞ്ഞു. അതേപോലെയാണ് ഇതും. പക്ഷേ ഇത് ഫറോയെക്കാട്ടി ബെറ്റർ കേട്ടോ. പിന്നെ ഷോക്ക് ആൻഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഗോൾഡാണ് പുള്ളി, എല്ലാം ഗോൾഡാക്കി. ആ കേപ്പ് കണ്ടോ, കേപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എക്സ്ക്ലൂസീവ് ഇങ്ങോട്ട് പടന്മാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇവരെ സ്വർണ്ണമാക്കുന്നതാണ് പരിപാടി. സ്വർണ്ണമാക്കുക, അതിലൊരു ഹെഡ് വരിക, അതെടുത്ത് പിന്നെ വരുമ്പോൾ ഫൈനൽ ഫോം ഇത് മറ്റേന്ന് എന്ത് വ്യത്യാസമൊന്നും എനിക്കറിയാൻ വയ്യ. കുറച്ചും കൂടെ നൈസായെന്ന് തോന്നുന്നു. ടാഗ് ഇതാണ് വരുന്നത്. ബ്രോഡ്കാസ്റ്റ് ഇങ്ങനെ വരും. പിന്നെ റേഡിയൻ്റ് റൈഡിങ് ഈ മെയിനായിട്ട് വരുമ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഗ്ലൈഡർ. ഇത് നമുക്ക് രണ്ടുപേരെ വെച്ച് നമുക്ക് ഗ്ലൈഡ് ചെയ്ത്. പിന്നെ അതുപോലെ നമുക്ക് മറ്റേ മാച്ച് സ്റ്റാർട്ടാവാൻ നിൽക്കാം കൗണ്ട് ഡൗൺ ഉള്ള സ്ഥലത്ത്, അവിടെ നമുക്കിത് ഉപയോഗിക്കാം. അത്യാവശ്യം ഷോ കാണിക്കാം. പിന്നെ ഓർബിറ്റർ രണ്ട് കൈയുടെ നടുക്കൊരു ഉണ്ട വരുന്നതാണ് ഓർബിറ്റർ, ഈ മേളിലുള്ള സാധനം. പിന്നെ സമൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് ഗൈസ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് AWMൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഒരു സ്റ്റാൻഡിങ് പോസ് വരുന്നുണ്ട്. ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോബിയിൽ ഇങ്ങനെ ഇരിക്കാം. ഇത് കൊള്ളാം ഗൈസ്. ഓക്കെ, നമുക്ക് AWM കൂടെ ഒന്ന് നോക്കാം. വരുന്നില്ല. ഓക്കെ, AWM ഇതാണ് ബേസിക് AWM വരുന്നത്. എലിമിനേഷൻ സ്പെഷ്യൽ എഫക്റ്റ് ചെയ്യാനാണ് ഒരു ചെറിയ ഡ്രാഗൺ വന്ന് പോകുന്നു. അതുപോലെ എൻ്റെ നേഡിൻ്റെ ഒരു എക്സ്പ്ലോഷൻ എഫക്റ്റ് ഇതാണ്. അഡ്വാൻസ് ഫോം വരുമ്പം ജസ്റ്റ് ചെറിയൊരു ഫയർ കണക്കൊക്കെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട് ഗൈസ്. പിന്നെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് വരുന്നത്. എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് വരുമ്പോൾ കൊള്ളാം ഗൈസ്, നല്ലത് തന്നെ. ഹിറ്റ് എഫക്റ്റ് ഉണ്ട്, ചെറിയൊരു ഡ്രാഗൺ അവിടെ ചേർത്ത് വരുന്ന കണക്കാണ്. പിന്നെ ഫൈനൽ ഫോം വരുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. ഗോൾഡിൻ്റെ കളി സീൻ. പിന്നെ ഫയർ ആം സ്വിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട് ഗൈസ്. എടുക്കുമ്പോഴും വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു വര കൊള്ളാം. പിന്നെ ലോഡ് ക്രേറ്റ് വരുന്നുണ്ട്. ലോഡ് ക്രേറ്റ് ഇതാണ്. പിന്നെ കൗണ്ടർ ഫിനിഷ് ഉള്ളവർക്ക് ഇങ്ങനെ ഇരിക്കും കൗണ്ടർ ഫിനിഷ് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഗണ്ണ്. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലൈഡർ കേട്ടോ. നോർമലി ഇങ്ങനെ ഇരിക്കും, രണ്ട് ചിറക് കണക്ക്. നോർമലി തന്നെ അത് നൈസാണ്. അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സീനായിരിക്കും. പിന്നെ റിമോട്ട് വരുന്നുണ്ട്. സൈസ് വണ്ടി പോകുന്നത് അതിൻ്റെ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്.
വർഗീയുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഇങ്ങോട്ടാണ് വാലുകൊണ്ട് ഹെഡ് ഗിയർ വെക്കുക, ഗോൾഡ് ആക്കുക. സിമ്പിൾ. ഇതിൻ്റെ ഒരു സെറ്റ് ഹെൽമെറ്റ് ഉണ്ട്. ഈ ഹെൽമെറ്റ് ഉണ്ട്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹെൽമെറ്റ് കൊള്ളാം. പിന്നെ ബാഗുണ്ട്, പിന്നെ വേറെ രണ്ട് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട്. ഈ ഔട്ട്ഫിറ്റിന് ഓരോ ഇമോട്ടുകളുണ്ട്. ഇതൊരു ഔട്ട്ഫിറ്റാണ്. ഇതിപ്പോൾ നമ്മുടെ കാറിലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനൊരു ഇമോട്ടുണ്ട്, കാർഡ് ഉണ്ട്, ബുക്കോ. ഇതും ഹെൽമെറ്റിൻ്റെ തന്നെ കേട്ടോ. ഇഷ്ടമുള്ള ഹെൽമെറ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. മറ്റേ ഹെഡ് ഗിയർ, പിന്നെ നമുക്കൊരു പാൻ വരുന്നുണ്ട്, പിന്നെ നീഡ് മുകളിൽ, പിന്നെ കുറേ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ്, മറ്റേ ഗൺസിൻ്റെ, മറ്റേ AWMൻ്റെ. പിന്നെ ഇതല്ലാതെ സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് കോയിൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഓരോ സെക്ഷനായിട്ട് ഒരു ഇതായിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. മെയിനായിട്ട് എക്സിക്യൂട്ടായിട്ട് തുറക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇത് ഒരു വട്ടം തുറന്നിട്ടുണ്ട് കേസ്. അപ്പം ഇത് നമുക്ക് ഇവിടെ താഴെ ഒരു ബാറുണ്ട്, എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് താഴെ. ഇത് 300 ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് നമുക്ക് കിട്ടും കേസ്. അപ്പം ഇത് 300 ആവാൻ 300 വട്ടം തുറക്കണമെന്നില്ല. ഒരു 150 160 വട്ടം തുറക്കുമ്പോൾ തന്നെ ഇത് ഫില്ലാകും കേസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി 10 യൂസിക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി 10 യൂസിക്ക് 50 ദിവസം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി 10 ദിവസം തുറക്കുക. ഇത് എടുക്കാൻ താല്പര്യമുള്ള, ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. പിന്നുള്ളത് ഈ പ്രൈം പ്ലസും പ്രൈമും പർച്ചേസ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് വൗച്ചർ കിട്ടുന്നുണ്ട് ഗൈസ്, 50-ൻ്റെയും 30-ൻ്റെയും, അതുപോലെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വൗച്ചർ വെച്ചും മാക്സിമം തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തുറക്കാൻ പറ്റും. നമ്മുടെ യൂസ് നമ്മുടെ കയ്യിരിക്കും. ഈ തുറക്കുന്നത് നമ്മുടെ ഈ ബാർ ഫില്ലാവുകയും നമുക്ക് എക്സിക്യൂട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്നത് എന്തായാലും ബാർ ഫില്ലാകുമ്പോൾ എക്സിക്യൂട്ട് കിട്ടും. ഈ ബാർ ഫില്ലാകുന്നതിന് മുന്നേ നമുക്ക് എക്സിക്യൂട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ ലക്കാണ്. അതിൻ്റെ കൂടെ നമുക്ക് AWM കിട്ടായിരിക്കാം, അല്ലെങ്കിൽ AWM കിട്ടില്ല, നമുക്ക് ആ ഒരു എക്സിക്യൂട്ട് മാത്രം കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി തുറന്നപ്പോഴത്തേക്ക് ബാർ ഫില്ലാകുമ്പോഴത്തേക്ക് നമുക്കൊരു 1000 കോയിൻ കിട്ടും. ആ 1000 കോയിൻ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 500 കോയിൻ കൊടുത്ത് AWM പർച്ചേസ് ചെയ്യാം, എക്സിക്യൂട്ട് അപ്ഗ്രേഡുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, ഗ്ലൈഡർ പർച്ചേസ് ചെയ്യാം, എല്ലാം പർച്ചേസ് ചെയ്യാം. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തുറക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ അങ്ങനെ തുറന്നു നോക്കുക ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സംഭവങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ അതൊക്കെ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ ബൈ.